ഹലോ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എ വെരി ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ലോജിക്കിനെ കുറിച്ചാണ്. അപ്പോൾ അതിലാദ്യം നമ്മൾ നോക്കുന്നത് ട്രഡീഷണൽ ആൻഡ് സിംബോളിക് ലോജിക്കിനാണ്. അപ്പോൾ ഈ ട്രഡീഷണൽ ലോജിക്കും സിംബോളിക് ലോജിക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ആദ്യം നോക്കാം. അപ്പോൾ ഈ ട്രഡീഷണൽ ലോജിക്കിനെ അരിസ്റ്റോട്ടിയൻ ലോജിക്കൊന്നും സൈലോജിസ്റ്റിക് ലോജിക്കൊന്നും കൂടി പറയുന്നുണ്ട്. അതേപോലെ സിംബോളിക് ലോജിക്കിനാണെങ്കിൽ നമുക്ക് മാത്തമാറ്റിക്കൽ അല്ലെങ്കിൽ ഫോർമൽ ലോജിക്ക് അറിയാം. അപ്പോൾ ട്രഡീഷണൽ ലോജിക്ക് പറഞ്ഞാൽ വളരെ പഴക്കം ചെന്ന ആദ്യകാലത്ത് ലോജിക്കിൻ്റെ ഒരു തുടക്കം ഉണ്ടാവില്ല, ആ കാലത്തെ ലോജിക്കാണ്. അതായത് കൂടുതൽ പുരോഗമനമൊന്നും എത്താത്ത, പുരോഗതിയൊന്നും കൈവരിക്കാത്ത ലോജിക്ക്, ഒരു പഴയ രീതിയിൽ വരുന്നത്. മറ്റേത് പറഞ്ഞാൽ ഒന്നും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള സിമ്പിൾസ് ഉപയോഗിച്ചിട്ടുള്ള ലോജിക്കാണ്. പിന്നെ ട്രഡീഷണൽ ലോജിക്ക് എന്താണ്, യൂസ് നാച്ചുറൽ ലാംഗ്വേജ് ആൻഡ് ഫോക്കസ് ഓൺ കാറ്റഗറിക്കൽ പ്രപ്പോസിഷൻ. അതായത് നാച്ചുറൽ ലാംഗ്വേജാണ് ഉപയോഗിക്കുക, സിമ്പിൾസ് ഒന്നും ഉപയോഗിക്കില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ആൾ മെൻ ആർ മോർട്ടൽ എന്ന് ഇതുക്കും, അല്ലെങ്കിൽ സം ഡോഗ്സ് ആർ ഫ്രണ്ട്ലി. അങ്ങനെ ഇത് ആള്, നോ, സമ്മ്, ഞണ്ണ് പോലുള്ള ഇതൊക്കെയാണ് ഉപയോഗിക്കുക. ട്രഡീഷണൽ ആകട്ടെ ഇതിനൊക്കെ എന്താണ് പകരമായിട്ട് പല ചിഹ്നങ്ങളും ആണ് ഉപയോഗിക്കുക. അപ്പോൾ ടെസ്റ്റിൽ കുറച്ച് കഴിഞ്ഞാൽ അത് പറയും. പിന്നെ ട്രഡീഷണൽ ലോജിക്ക് മെയിൻലി ഡീൽ വിത്ത് ദ സ്ട്രക്ചർ ഓഫ് സൈലോജിസം വേർ റീസണിങ് ഈസ് കൺഫൈൻഡ് ടു സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് കാറ്റഗറീസ്. അതായത് കാറ്റഗറീസ് സ്റ്റേറ്റ്മെൻറ്റ് ചെയ്യാനൊക്കെ. അപ്പോൾ ഓൾ എ ആർ ബി എന്നുള്ള അങ്ങനത്തെ ഇതാണ് അതിൻ്റെ സ്കോപ്പ്. പറഞ്ഞാൽ എന്താ, നേരെ ഒരു കാര്യം കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സിംബോളിക് പറഞ്ഞാൽ കോംപ്ലക്സ് ആണ് കാര്യം. അതേപോലെ കോംപ്ലക്സ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സും പ്രപ്പോസിഷനും പ്രെഡിക്കേറ്റ്സും റിലേഷനും അതിൻ്റെ ഫങ്ഷൻസൊക്കെ വളരെയധികം കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രയാസമേറിയ കാര്യങ്ങളാണ് കാരണം ഇതിൽ നമ്മൾ ഡീൽ ചെയ്യുക. ഈ ട്രഡീഷണൽ ലോജിക്ക് പറഞ്ഞാൽ അത് താരതമ്യേന ലളിതമായ വാദങ്ങളാണ് അതിലുണ്ടാവുക. അതുപോലെ തന്നെ ഇത് സാധാരണ ഭാഷാ ന്യായവാദത്തിന് അനുയോജ്യമാണ് കാരണം. അതുപോലെ ഇതിന് കൃത്യത കുറവാണ് കാരണം. അതായത് ലളിതമായതും വലിയ കോംപ്ലക്സ് ഇല്ലാത്തതൊക്കെ ആയതുകൊണ്ട് തന്നെ കൃത്യത കുറവാണ് കാരണം. മറ്റേത് പറഞ്ഞാൽ കൂടുതൽ കൃത്യവും സങ്കീർണവുമായ ന്യായവാദമാണ് കൈകാര്യം ചെയ്യുക. അതേപോലെ തന്നെ സ്വാഭാവിക ഭാഷയിൽ പലപ്പോഴും കാണപ്പെടുന്ന അവ്യക്തതകൾ ഒഴിവാക്കാൻ അതിൻ്റെ ചിഹ്നങ്ങൾ ഉപയോഗിക്കും. അതായത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എന്താകും, പല ലാംഗ്വേജ് പരമായിട്ടുള്ള പല ഇതുണ്ടാവുമല്ലോ, വേർതിരിവ്, അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ചിഹ്നങ്ങൾ ഉപയോഗിക്കുക. പിന്നെ ഈ ട്രഡീഷണൽ ലാംഗ്വേജിൻ്റെ തുടക്കം നമ്മൾ പറഞ്ഞത് അരിസ്റ്റോട്ടിലിൻ്റെ കാലത്താണ്. അത് അരിസ്റ്റോട്ടിലിൻ്റെ നിന്നാണ് ഇത് ഉത്ഭവിക്കുന്നത്. പിന്നെ സിംബോളിക് ലോജിക്കാകട്ടെ 19-20 നൂറ്റാണ്ടുകളിലാണ് ഉയർന്നു വന്നത്. ജോർജ് ബുള്ള്, പിന്നെ ഗോട്ട്ലാബ് ഫ്രഫ്, വെൻഡ്രസ് റസൽ തുടങ്ങിയ വ്യക്തികൾ ആണ് ഇത് വികസിപ്പിച്ചെടുത്തത്. ഇത് ഗണിതശാസ്ത്ര യുക്തിയും ഔപചാരിക സംവിധാനങ്ങളുമായി കൂടുതൽ യോജിക്കുന്നു. പിന്നെ ഈ ട്രഡീഷണൽ പരിസരത്തിൻ്റെ ഘടനയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഒരു വാദം സാധുവാണോ അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ നിർണ്ണയിക്കുന്നത്. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ല ഓൾ മെൻസ് ആർ മോർട്ടൽ. അപ്പോൾ അതിങ്ങനെ നോക്കിയിട്ടാണ്, അല്ലാതെ അതിന് കൂടുതൽ തെളിവൊന്നും നോക്കില്ല. സിംബോളിക് ആണെങ്കിൽ എന്താണ്, വാദങ്ങൾ വിലയിരുത്തൽ ഔപചാരിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നു. അതായത് സത്യ തെളിയിക്കുന്ന പട്ടികകൾ, ഔപചാരിക തെളിവുകൾ, അൽഗോരിതങ്ങൾ എന്നിവ ഇത് ആശ്രയിക്കും. പിന്നെ യുക്തിസഹമായ സാധുത ഉറപ്പാക്കാൻ ഇത് അനുമാനത്തിൻ്റെ കർശനമായ നിയമങ്ങൾ ഉപയോഗിക്കുന്നു. എങ്ങനെ അനുമാനത്തിലെത്താന്നുള്ളതിൻ്റെ നിയമങ്ങളും ഉപയോഗിക്കുന്നു. ഈ ട്രഡീഷണൽ ലോജിക്ക് ഉപയോഗിക്കുന്ന എവിടെയാണ്, തത്വചിന്തയിലും അടിസ്ഥാനപരമായ ന്യായവാദത്തിലും ആണ് ഇത് ഉപയോഗിക്കുക. പിന്നെ സിംബോളിക് ആണെങ്കിൽ അത് ഗണിതശാസ്ത്രം, കമ്പ്യൂട്ടർ സയൻസ്, ഭാഷാശാസ്ത്രം, ആധുനിക തത്വചിന്ത എന്നിവയിൽ വ്യാപകമായി ഉപയോഗിക്കുന്നു. പ്രത്യേകിച്ച് ഔപചാരിക തെളിവുകളോ കമ്പ്യൂട്ടറൈസേഷനോ ന്യായവാദമോ ആവശ്യമുള്ള രേഖകളിൽ, അതായത് തെളിവുകൾ ആവശ്യമുള്ളതിലൊക്കെയാണ് ഇത് ഉപയോഗിക്കുക. അടുത്തത് എന്താണ് ലോജിക്ക് എന്നുള്ളതാണ്. ലോജിക്ക് ഈസ് എ മെത്തേഡ് ഓഫ് ആർഗ്യുമെൻറ്റേഷൻ ആൻഡ് അനലൈസ് ഓഫ് സച്ച് ആർഗ്യുമെൻറ്റ്. നമ്മൾ വാദപ്രതിവാദത്തിന് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ്. അങ്ങനെ അത് നമ്മൾ പറഞ്ഞ വാദങ്ങളെ അനലൈസ് ചെയ്യാനും ഉപയോഗിക്കുന്നതാണ്. ആദ്യം ഇതിലെന്താവും, ഒരു കാര്യം പറയും, പിന്നെ അതിനൊരു പ്രിമൈസിസ് ഉണ്ടാവും. അപ്പോൾ എന്നിട്ടൊരു കൺക്ലൂഷനിലെത്തും. ഉദാഹരണത്തിന് നമ്മൾ ആദ്യം പറയുകയാണെന്ത്, ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രിമൈസിസ് എന്താണ്, നമ്മളിപ്പോൾ ഒരാൾ രാജു ഈസ് എ ഹ്യൂമൻ ബീങ് എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ എന്താണ്, രാജു ഈസ് മോർട്ടൽ. ഇപ്പോൾ സിംബോളിക് ലോജിക്കൽ എന്താവും, ഈ നമ്മൾ പറഞ്ഞ് പല സിംബോൾസും ഉപയോഗിക്കുന്നു. അപ്പോൾ അതിൽപ്പെട്ടാണ് കൺജങ്ഷന്, ഡിസ്കൺജങ്ഷന്, നെഗറ്റേഷന്, അങ്ങനെ അതുപോലുള്ളതൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളെന്താകും ഒരു ലാസ്റ്റ് ഒരു അവസാനത്തിൽ ഒരു കൺക്ലൂഷനിലെത്തണതാണ് ലോജിക്ക് പറഞ്ഞത്. ദ വേർഡ് ലോജിക്സ് ഈസ് ഡെറിവേഡ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ലോഗോസ്. ഗ്രീക്ക് പദമായ ലോഗോസ് എന്നാണ് ലോജിക്ക് വന്നത്. അതിൻ്റെ ലിറ്ററി പദാർത്ഥം എന്ന് പറഞ്ഞാൽ തോട്ട്, ചിന്ത എന്നുള്ളതാണ്. ഇനി അതിൻ്റെ എറ്റിമോളജിക്കലി ലോജിക്ക് പറഞ്ഞാൽ, അതായത്
പദോൽപാദന ശാസ്ത്രം പ്രകാരം ലോജിക്ക് പറഞ്ഞാൽ എന്താണ്, സയൻസ് ഓഫ് തോട്ടാണ്. പിന്നെ ഇതിലെന്താണ്, ഇൻവെസ്റ്റിഗേഷന്, പ്രോസസ് ഓഫ് തിങ്കിങ്, ഇതൊക്കെ നടക്കുന്നതുകൊണ്ടാണ് സയൻസ് ഓഫ് തോട്ട് എന്ന് പറഞ്ഞത്. പിന്നെ ഇനി ഓരോരുത്തരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. ഈ ജെയിംസ് എഡ്വിൻ്റെ അഭിപ്രായത്തിൽ ലോജിക് ഈസ് ദ സയൻസ് വിച്ച് ഡീൽ വിത്ത് ദ ഓപ്പറേഷൻ ഓഫ് ഹ്യൂമൻ മൈൻഡ് ഇൻ ദ സെർച്ച് ഓഫ് ട്രൂത്ത്. അതായത് ലോജിക്ക് പറഞ്ഞാൽ ഒരു ശാസ്ത്രമാണ്, അതെന്ത് ഹ്യൂമൻ മൈൻഡ് സത്യത്തെ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ശാസ്ത്രം എന്നുള്ളതാണ് മൂപ്പരെ അഭിപ്രായം. ഇനി ഇർവിൻ എം കോപ്പി ആൻഡ് കാറൽ കോഹൻ്റെ അഭിപ്രായത്തിൽ എന്താണ്, ലോജിക്ക് പറഞ്ഞാൽ ദ സ്റ്റഡി ഓഫ് ദ മെത്തേഡ് ആൻഡ് പ്രിൻസിപ്പൾസ് യൂസ്ഡ് ടു ഡിസ്റ്റിങ്വിഷ് കറക്റ്റ് ഫ്രം ഇൻകറക്റ്റ് റീസണിങ്. അതായത് കറക്റ്റിൽ നിന്ന് ഇൻകറക്റ്റ് വേർതിരിക്കുക എന്നുള്ളതാണ് എന്ത് ഇവരുടെ അഭിപ്രായം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് ലോജിക്കിൻ്റെ സാധ്യതകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അതിൻ്റെ സ്കോപ്പുകൾ. പിന്നെ ഇറ്റ് റൂൾസ് ആൻഡ് മെത്തേഡ് ആർ ഓഫ് സിഗ്നിഫിക്കൻസ് ഇൻ എനി ഏരിയ ഓഫ് സ്റ്റഡി. പിന്നെ ലോജിക് ഈസ് നോട്ട് എ പോസിറ്റീവ് ഓർ ഡിസ്ക്രിപ്റ്റീവ് സയൻസ് ലൈക്ക് ബയോളജി ഓർ സോഷ്യോളജി. ബയോളജി, സോഷ്യോളജി പഠനങ്ങളൊക്കെ എന്താണ് ഒരു പോസിറ്റീവ് പഠനമാണ്. അതായത് നമുക്ക് സയൻസിന് മൊത്തമായി രണ്ടായി തരംതിരിക്കാം, ഒന്ന് പോസിറ്റീവ് സയൻസും രണ്ട് നോർമാറ്റീവ് സയൻസും. അതിൽ ഈ പോസിറ്റീവ് സയൻസ് പഠനമാണ് എന്ത് ഈ ബയോളജി, സോഷ്യോളജി മുതലായവയൊക്കെ. എന്നാൽ ഈ ലോജിക്ക് എന്നുള്ളത് നോർമാറ്റീവ് സയൻസ് പഠനതാണ്. അപ്പോൾ ഈ പോസിറ്റീവ് സയൻസും നോർമാറ്റീവ് സയൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്താ നോക്കുകയാണെങ്കിൽ, പോസിറ്റീവ് സയൻസ് സ്റ്റഡി വാട്ട് ഈസ് എന്താണെന്നുള്ള ഒരു ചോദ്യക്കാലം ഈ പോസിറ്റീവ് സയൻസിൽ ഉണ്ടാവുക. എന്നാൽ നോർമാറ്റീവ് സയൻസ് നമ്മൾ ലോജിക്കലാണെങ്കിൽ പോസിറ്റീവ് സയൻസിൽ എന്തായിരിക്കണം എന്നുള്ളതാണ്, ഒന്ന് എന്താണെന്നുള്ളതാണ്, മറ്റേത് എന്തായിരിക്കണം എന്നുള്ളതാണ് ഇതാക്കണത്. ഇനി പോസിറ്റീവ് സയൻസ് എന്ന് പറഞ്ഞാൽ അതെന്താണ്, അത് ഫാക്റ്റ് സത്യങ്ങളുമായി കണക്റ്റ് ഇതായിട്ടുള്ളതാണ്. മറ്റേത് ഐഡിയൽസും വാല്യൂസുമാണ് ഇതിന് പ്രാധാന്യം. പിന്നെ പോസിറ്റീവ് സയൻസ് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവാണ്, കാരണം അത് വളരെ വിശാലമായ എഴുത്തും അങ്ങനെ പലതും വരുന്നതാണ്. എന്നാൽ മറ്റേതാണ് പ്രിസ്ക്രിപ്റ്റീവാണ്, കാരണം നിർദ്ദേശങ്ങളാണ്. കാരണം ഇനി 3 നോർമാറ്റീവ് സയൻസ് ഉള്ളത്, അതിൽ 1 ലോജിക്ക്, 2 എത്തിക്സ്, 3 ആസ്തറ്റിക്. ഈ സൗന്ദര്യശാസ്ത്രമൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നോർമാറ്റീവ് സയൻസിലാണ് വരുന്നത്. ഇനി അടുത്ത് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, അതായത് നിഗമനം, ആഗമനം. ഡിഡക്റ്റീവ് പറഞ്ഞാൽ നിഗമനം, ഇൻഡക്റ്റീവ് പറഞ്ഞാൽ ആഗമനം. ആർഗ്യുമെൻറ്റിന് 2 തരങ്ങളാണുള്ളത്, ഒന്ന് ഡിഡക്റ്റീവും ഇൻഡക്റ്റീവുമാണ്. ഈ ഡിഡക്റ്റീവ് ഇൻഡക്റ്റീവ് പറഞ്ഞാൽ മനസ്സിലാക്കാൻ വളരെ സുഖമാണ്. ഡിഡക്റ്റീവ് പറഞ്ഞാൽ എന്താണ്, ജനറലായ ഒരു കാര്യത്തിൽ നിന്ന് പർട്ടിക്കുലറായ ഒരു കാര്യത്തിലേക്ക് പോവുക. അതായത് എല്ലാ മനുഷ്യരും മരണമുള്ളതെന്ന് നമ്മൾ പറയും. എന്നിട്ട് എന്താ നമ്മൾ പറയും, ഇപ്പോൾ അരിസ്റ്റോട്ടിൽ ഒരു മനുഷ്യനാണല്ലോ, അരിസ്റ്റോട്ടിൽ ഒരു മനുഷ്യനാണെന്ന് പറയുന്നത്. പിന്നെ അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ, നമ്മളെ നിഗമനം എന്താണ്, അതുകൊണ്ട് അരിസ്റ്റോട്ടിലും മരണമുള്ള ആളാണ്. അപ്പോൾ ഒരു ജനറലിന് എന്താവുക, ഒരു പർട്ടിക്കുലറായ ഒരു പ്രത്യേകമായ കാര്യത്തിലേക്ക് പോകുന്നതിനാണ് ഡിഡക്റ്റീവ് അറിയാം. ഈ ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു കാര്യത്തിൽ നിന്നുണ്ടാവുക പൊതുവായ കാര്യത്തിലേക്ക് പോവുക. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ അരിസ്റ്റോട്ടിൽ ഒരു മനുഷ്യനാണ്, അതേപോലെ മരണമുള്ള ആളാണ്. പിന്നെ പറയാം എന്ത്, നമ്മൾ അടുത്തൊരാൾ പറയാം, ഇപ്പോൾ രാജു ഒരു മനുഷ്യനാണ്, മരണമുള്ള ആളാണ്. ഇനി അടുത്ത ഒന്നും കൂടി പറയാം, രാമു ഒരു മനുഷ്യനാണ്, മരണമുള്ള ആളാണ്. അപ്പോൾ നമ്മളെ കൺക്ലൂഷൻ എന്താണ്, എല്ലാ മനുഷ്യന്മാരും മരണമുള്ള ആളാണ്. അതായത് 3 മനുഷ്യന്മാരെ പറ്റി പറഞ്ഞു, ആ 3 മനുഷ്യന്മാരും എന്താണ് മരിച്ച ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, ആ എല്ലാ മനുഷ്യന്മാരും മരണമുള്ള ആളാണ്. ഇതാണിപ്പോൾ മെയിനായിട്ടുള്ളത് ഡിഡക്ഷനും ഇൻഡക്ഷനും. ഇനി ഡിഡക്ഷനിൽ ഈ പ്രിമൈസിസ് ഉണ്ടല്ലേ, നമ്മൾ രണ്ടാമത് പറഞ്ഞ കാര്യം, അത് ശരിയാണെങ്കിൽ എന്താകും, അതിൻ്റെ കൺക്ലൂഷന് ശരിയാവും. ഇനി മറ്റേ ഇൻഡക്ഷനിലാണെങ്കിൽ കൺക്ലൂഷൻ എപ്പോഴും എന്താവുക, ശരിയും തെറ്റും ആവാനുള്ള ഒരു കാര്യമാവും. അപ്പോൾ ചിലപ്പം ശരിയാവും, ചിലപ്പം ശരിയാവില്ല, അങ്ങനത്തെ ഇതിലാവും. പിന്നെ ഈ ഡിഡക്റ്റീവ് ലോജിക്കിലുള്ള ഒരു പ്രധാന ഒരു ടാസ്ക് പറഞ്ഞാൽ എന്താണ്, ഈ വാലിഡ് ആർഗ്യുമെൻറ്റ്സിൽ നിന്ന് ഇൻവാലിഡ് ആർഗ്യുമെൻറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ടാസ്ക്കാണ്. പിന്നെ ഇൻഡക്റ്റീവിലാണെങ്കിൽ അതിലുള്ള ഒരു പ്രധാന ടാസ്ക് പറഞ്ഞാൽ ആർഗ്യുമെൻറ്റ്സ് ഫാക്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്, അതേപോലെ അത് മറ്റൊന്നിനോട് ബന്ധപ്പെടുത്താനുള്ളതൊക്കെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ രണ്ടിനും അതിൻ്റെതായ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാകും. ഈ മൊത്തത്തിലൊരു കൺക്ലൂഷൻ എന്നുള്ള നിലക്ക് കുറച്ച് പോയിൻറ്റ്സ് ഉണ്ടല്ലോ ബുക്കിൽ, അത് പറയുകയാണെങ്കിൽ എൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്, ഡിഡക്ഷൻ സ്റ്റാർട്ട് വിത്ത് ജനറൽ പ്രിൻസിപ്പൾ വെച്ചിട്ടാണ് ഡിഡക്ഷൻ തുടങ്ങുക. അതായത് ഓൾ ഹ്യൂമൻസ് എന്നുള്ള, അത് നമ്മൾ പറഞ്ഞല്ലോ ജനറൽ നിന്ന് പർട്ടിക്കുലർക്കാണ് പോവുക, മറ്റേതാണെങ്കിൽ പർട്ടിക്കുലർക്കാണ് പോവുക. അപ്പോൾ ഒരു വ്യക്തിനെയാണ് മറ്റേത് ഇൻഡക്ഷന് ഒരു വ്യക്തിനെ അവിടെ മെൻഷൻ ചെയ്യുന്നത്. ഇപ്പോൾ അരിസ്റ്റോട്ടിൽ നിന്നുള്ള വ്യക്തിനെയാണ് അവിടെ മെൻഷൻ ചെയ്യുന്നത്. പിന്നെ ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ആദ്യം എല്ലാത്തിനും സത്യമായി കണ്ടാണ് പറയാം. മറ്റേത് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഇതിനെ സത്യമായിട്ട് അതിന് മൊത്തം സത്യമാക്കണം. മറ്റേത് പറഞ്ഞാൽ എല്ലാത്തും സത്യമാക്കിയിട്ട് അതിനൊരു പർട്ടിക്കുലർ ഏരിയ സത്യമാക്കുകയാണ്. പിന്നെ ഡിഡക്റ്റീവ് പറഞ്ഞാൽ അതിൻ്റെ ആർഗ്യുമെൻറ്റ്സ് ചിലപ്പോൾ വാലിഡ് ആവാം, ചിലപ്പോൾ ഇൻവാലിഡ് ആവാം. ഇനി ഇൻഡക്റ്റീവിലാണെങ്കിൽ എന്താവും, ഒന്നെങ്കിൽ സ്ട്രോങ്ങർ ആവും അല്ലെങ്കിൽ വീക്കർ ആവും.
പിന്നെ അതിൽ എൻ്റെ നാച്ചർ ഓഫ് വാലിഡിറ്റി ഒക്കെ അങ്ങ് ഡിഡക്ഷൻ ഈസ് കോമൺലി നോ ആസ് ഫോമൽ ലോജിക് ബിക്കോസ് ഇറ്റ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ഫോംസ് ആൻഡ് ഫോമൽ വാലിഡിറ്റി. ഫോമൽ ലോജിക്കായിട്ടാണ് ഡിഡക്ഷൻ എന്താവുക കൺസേൺ ചെയ്യുക, അത് ഇതാക്കുക. പിന്നെ എൻ്റെ കൺക്ലൂഷനൊക്കെ എന്താവും എപ്പോഴും അതിൻ്റെ പ്രിമൈസിസിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ പ്രിമൈസിസ് ട്രൂ ആണെങ്കിൽ മറ്റേതും കൺക്ലൂഷൻ ട്രൂ ആവും, പ്രിമൈസിസ് ഫാൾസ് ആണെങ്കിൽ കൺക്ലൂഷൻ തെറ്റാക്കും. മറ്റേതാണെങ്കിൽ എന്താണ് എപ്പോഴും എയിംസ് അറ്റ് മെറ്റീരിയൽ ട്രൂത്ത്, അതായത് ഭൗതിക സത്യങ്ങളെ കണ്ടെത്താനാണ് മറ്റേത് ഇതാക്കുക. ഇറ്റ് ആൾവേസ് എൻക്വയർസ് വെദർ ദ ഐഡിയാസ് അഗ്രീസ് വിത്ത് ആക്ച്വൽ ഫാറ്റ് ഇൻ ദ വേൾഡ് ഔട്ട് ദർ. ഇൻഡക്ഷൻ എന്താണ് മെറ്റീരിയൽ ലോജിക് എന്നും കൂടി അറിയപ്പെടുന്നുണ്ട്. സബ്ഡക്റ്റീവ് റീസണിങ് അത് അപഹരിക്കുന്ന എന്നൊക്കെ, അതായത് മുൻവ്യവസ്ഥയെ നിർണ്ണയിച്ചിട്ട് നമ്മളെന്താവുക ഇപ്പോഴത്തെ ഇതെന്താണെന്ന് നോക്കുക. ഇത് ഫോർമുലേറ്റ് ചെയ്തത് അമേരിക്കൻ ഫിലോസഫറായ ചാർലസ് സാൻഡ്രസ് ആണ്. അബ്ഡക്റ്റീവ് പറഞ്ഞാൽ എന്താണ് ഡിറ്റർമിനിങ് ദ പ്രീ കണ്ടീഷൻ, മുൻ വ്യവസ്ഥയെ നിർണ്ണയിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ആൻ ഒബ്സർവേഷൻ ഓർ സെറ്റ് ഓഫ് ഒബ്സർവേഷൻ ആൻഡ് ദ സീക്സ് ദ സിംപ്ലസ്റ്റ് കൺക്ലൂഷൻ ഫ്രം ദ ഒബ്സർവേഷൻസ്. അത് നമ്മൾ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഞാൻ നിരീക്ഷിച്ചിട്ട് അതിൽ നിന്ന് സിമ്പിളായിട്ടുള്ള കൺക്ലൂഷനിൽ എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ അത് വളരെ സുഖമുള്ളതാണ്. ഇപ്പോൾ വെൻ ഇറ്റ് റെയിൻസ് ദ ഗ്രാസ് ഗെറ്റ് വെറ്റ്. ഇപ്പോൾ മഴ പെയ്യുകയാണെങ്കിൽ എന്താകും സ്വാഭാവികമായും പുല്ല് നനയും. അപ്പോൾ നമുക്ക് എന്താവുക പുല്ല് നനഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയും എന്ത് മഴ പെയ്തെന്നുള്ളത്. അപ്പോൾ ഇതന്നെയാണ് ഇതിൻ്റെ ഉദാഹരണം. ഇനി മറ്റൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളെടുക്കുക. അപ്പോൾ വിജിത്തും രവിയും നമുക്ക് ഇവരെ അറിയണമാണ്, ഇവർ രണ്ടാളും നല്ല സുഹൃത്തുക്കളായിരുന്നു. പക്ഷേ ഇവർ തമ്മിലൊരു അടി നടന്ന്, അപ്പോൾ ഈ അടി നടന്നതോടുകൂടി എന്തായി ഇവരെ ഫ്രണ്ട്ഷിപ്പ് അവിടെ ക്യാൻസലായി. പിന്നെ ഒരു ദിവസം നമ്മളോട് ആരോ വന്ന് പറഞ്ഞ് വിജിത്തും രവിയും എന്തായിട്ടുണ്ട് ഒരു ചായക്കടയിൽ ഇങ്ങനെ ഒപ്പിരിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഓല് പിന്നെയും ഫ്രണ്ട്സായി എന്നുള്ളതല്ലേ. അപ്പോൾ മുൻവിധികളിൽ നിന്ന് എന്താവുക ഇപ്പോൾ നമുക്ക് ആ ഒരു നിഗമനത്തിലേക്ക് എത്തുക ഒബ്സർവ് ചെയ്തിട്ട്. ഇനി അടുത്തത് പ്രപ്പോസിഷൻസ് ആണ്. പ്രപ്പോസിഷൻസ് ആർ ദ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് റീസണിങ്. ഈ റീസണിങ്ങിൻ്റെ ഒരു കാര്യം റീസൺ ചെയ്യുന്നതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആണ് പ്രപ്പോസിഷന്. എ പ്രപ്പോസിഷൻ അസേർട്സ് ദാറ്റ് സംതിങ് ഈസ് ദ കേസ് ഓർ സംതിങ് ഈസ് നോട്ട് ദ കേസ്. ഒരു പ്രപ്പോസിഷൻ എന്താ അസേർട്ട് ചെയ്യുക, ഒന്നെങ്കിൽ അതാണ് കാരണം അല്ലെങ്കിൽ അത് അല്ല കാരണം എന്നുള്ളത് അസേർട്ട് ചെയ്യും. ഇനി എല്ലാ പ്രപ്പോസിഷനും എന്താകും ഒന്നെങ്കിൽ ശരിയാകും അല്ലെങ്കിൽ തെറ്റാകും. ഈ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയുമോ സ്റ്റേറ്റ്മെൻറ്റ്. ഇപ്പം നമ്മൾ പറയില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എന്ന് പറഞ്ഞാൽ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മൾ പ്രപ്പോസിഷൻ എന്നറിയാം. പിന്നെ ഈ പ്രപ്പോസിഷൻ ഗ്രാമാറ്റിക്കൽ സെൻറ്റൻസിൽ നിന്ന് എന്താണ് അത് ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ചുരുക്കത്തിൽ പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഒരു ഫോമാണ്, അതായത് ഒരു സെൻറ്റൻസിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഫോമാണ്. അതിൻ്റെ എന്താണ് അത് രണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ഉണ്ടാവും അല്ലെങ്കിൽ മോർ ടേംസ്. പിന്നെ അത് ഒന്നെങ്കിൽ ശരിയാകും അല്ലെങ്കിൽ ഫാൾസ് ആകും. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ഒന്നെങ്കിൽ ശരിയാകും ഒന്നെങ്കിൽ ഫാൾസ് ആകും. അപ്പോൾ നമുക്ക് എന്താകാം മൊത്തത്തിൽ 4 തരത്തിലുള്ള പ്രപ്പോസിഷൻസ് ആണുള്ളത്. അതിനെ നമുക്ക് എങ്ങനെ തരംതിരിക്കാമെന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് അതെന്താവുക അതിൻ്റെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും നോക്കിയിട്ടാണ് എന്താവുക നമ്മൾ അതിനെ 4 തരംതിരിക്കുക. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അഫ്രിമേറ്റീവ് ആവും, ഒന്നെങ്കിൽ പോസിറ്റീവ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും. ഇതാണ് അതിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞത്. ഇനി ക്വാണ്ടിറ്റി പറഞ്ഞാൽ യൂണിവേഴ്സൽ ആവും. ഒന്നെങ്കിൽ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആൾ വെച്ച് നമ്മൾ തുടങ്ങില്ലേ, ആൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ എന്നറിയില്ല അതിൻ്റെ ആളാവും. അല്ലെങ്കിൽ എന്താകും പർട്ടിക്കുലർ. ക്വാളിറ്റിയിൽ മറ്റൊന്നാണ് പർട്ടിക്കുലർ, ഒന്നെങ്കിൽ മൊത്തം പറയുക അല്ലെങ്കിൽ ഒരു വിഭാഗം. അപ്പോൾ അരിസ്റ്റോട്ടിൽ എന്ന് പറയുമ്പോൾ പർട്ടിക്കുലറാണ്. അപ്പോൾ 4 പ്രപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒന്ന് യൂണിവേഴ്സൽ അഫ്രിമേറ്റീവ്, അതായത് എ പ്രപ്പോസിഷൻ എന്ന് അതിന് പറയും. നമ്മൾ ചുരുക്കത്തിൽ എ പ്രപ്പോസിഷൻ എന്ന് അതിന് പറയും. അതായത് ഓൾ എസ് ഈസ് പി, എല്ലാ എസ്സും പി ആണെന്നുള്ളത്. പിന്നെ യൂണിവേഴ്സൽ നെഗറ്റീവ്, അതായത് അത് നെഗറ്റീവാണ്, അതായത് എല്ലാ എസ്സും പി അല്ല എന്ന് പറഞ്ഞത്, അതിന് നമ്മൾ ഈ പ്രപ്പോസിഷൻ എന്ന് പറയാം. ഇനി മൂന്നാമതാണ് പർട്ടിക്കുലർ അഫ്രിമേഷൻ, അതായത് ഐ പ്രപ്പോസിഷൻ എന്ന് അതിന് പറയും. അതായത് ചില എസ് പി ആണെന്ന് അറിയും. ഇനി പർട്ടിക്കുലർ നെഗറ്റീവ്, അതായത് ചില എസ് എന്തല്ല പി അല്ല എന്ന് പറഞ്ഞത്, അതായത് അതിന് ഓ പ്രപ്പോസിഷൻ എന്നറിയാം. അതായത് ഈ 4 പ്രപ്പോസിഷനെ ചുരുക്കി വിളിക്കുന്ന ഇതാണ് യൂണിവേഴ്സൽ അഫ്രിമേഷനെ എ എന്നും, യൂണിവേഴ്സൽ നെഗറ്റീവിനെ ഇ എന്നും, പർട്ടിക്കുലർ അഫ്രിമേഷനെ ഐ എന്നും, പർട്ടിക്കുലർ നെഗറ്റീവിനെ ഒ എന്നും. ഇത് സിമ്പിളായി പഠിക്കാനുള്ളത് എന്താ പറയുക, നമ്മളെ വവൽസ് ഇല്ലേ എ ഇ ഐ ഒ, ആ 4 ഓർത്തേക്കുക, ആ കറക്റ്റിൽ വരുന്ന 4 ഇത്. അപ്പോൾ എന്നിട്ട് അതേപോലെ യൂണിവേഴ്സൽ പോസിറ്റീവും യൂണിവേഴ്സൽ നെഗറ്റീവും. അപ്പോൾ എ ഇ, ഈ പർട്ടിക്കുലർ പോസിറ്റീവ് പർട്ടിക്കുലർ നെഗറ്റീവ് ഐ ഒ. അപ്പോൾ അതും കഴിഞ്ഞു. ഇനി അടുത്ത ഹെഡിങ് ആണ് ആർഗ്യുമെൻറ്റ്സ്. ആർഗ്യുമെൻറ്റ്സ് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഈ പ്രപ്പോസിഷൻ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഇതാണ് ആർഗ്യുമെൻറ്റ്സ്. അതായത് ഒരു ലോജിക്കലി നമ്മളെ വാദം, നമ്മളിപ്പോൾ ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, പിന്നെ അരിസ്റ്റോട്ടിൽ ഈസ് എ ഹ്യൂമൻ, അങ്ങനെ പറഞ്ഞാൽ അതാണ് നമ്മളെ ആർഗ്യുമെൻറ്റ്സ്. അത് പ്രപ്പോസിഷൻ വെച്ച് നമ്മൾ ഉണ്ടാക്കുന്നതാണ് ആർഗ്യുമെൻറ്റ്സ്. അതൊന്നെന്താകും മറ്റേതിനെ ഫോളോ ചെയ്യുന്നുണ്ടാവും. എന്നിട്ട് ഈ ആർഗ്യുമെൻറ്റിലൂടെയാണ് നമ്മളൊരു ഇൻഫറൻസ്, ഒരു അനുമാനത്തിലെത്തുക.
അങ്ങനെ ഈ നമ്മൾ പ്രപ്പോസിഷൻ ഉണ്ടാക്കി അതിൽ നിന്ന് ഒരു ആർഗ്യുമെൻറ്റിലെത്തി. ആ ആർഗ്യുമെൻറ്റിനെ എത്തുന്നതിന് നമ്മളെന്താ പറഞ്ഞത്, കൺക്ലൂഷൻ എന്ന് പറയും. അപ്പോൾ ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ, അരിസ്റ്റോട്ടിൽ ഈസ് എ ഹ്യൂമൻ. പിന്നെ നമ്മൾ വേറൊരാളും കൂടി പറഞ്ഞ് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, അരിസ്റ്റോട്ടിൽ ഈസ് മോർട്ടൽ എന്നറിയില്ല. അപ്പോൾ അതാണ് എന്ത് അതിൻ്റെ കൺക്ലൂഷൻ എത്തി എന്താണ്, അരിസ്റ്റോട്ടിലും മരണമുള്ള ഒരാളാണെന്ന് നമ്മൾ എത്തിയാൽ അതാണ് എന്ത് അതിൻ്റെ ആർഗ്യുമെൻ്റ്, അതായത് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. പിന്നെ ഒരു വാദത്തിൽ പിന്നെ നടക്കുന്നത് എന്താണ്, ഇനിയിപ്പോൾ അരിസ്റ്റോട്ടിൽ മരണമില്ലാത്ത ഒരാളാണെന്ന് തെളിയിക്കാണ് അടുത്ത ആൾ വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എത്തുന്നതിനാണ് എന്ത് ആർഗ്യുമെൻറ്റ്സ്. നമ്മളെ കൺക്ലൂഷനിൽ നമ്മളെ പ്രപ്പോസിഷനൊക്കെ ഇതാക്കിയിട്ട് അതിൻ്റെ കൺക്ലൂഷൻ എത്തുന്നതിനാണ് എന്ത് ആർഗ്യുമെൻ്റ് അറിയാം. അപ്പോൾ നമുക്കറിയാം ചില ആർഗ്യുമെൻ്റ് ആവും വളരെ സിമ്പിളായിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ആവും, ചിലതെന്താവും കുറച്ച് ടഫുള്ളതാവും. അപ്പോൾ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഇത് ലൊജീഷ്യൻസിൻ്റെ, അതായത് അത് കണ്ടുപിടിക്കുക സിമ്പിളാണോ ടഫാണെന്നല്ല, അതിൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ലൊജീഷ്യൻസിൻ്റെ വർക്ക്. പിന്നെ അടുത്താണ് റെക്കഗ്നൈസിങ് ആർഗ്യുമെൻറ്റ്. അതായത് ഒരു ഇത് നടക്കുമ്പോൾ അവിടെ എന്താക്കും പല ഇതും വേർഡ്സും നമ്മൾ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ എന്താക്കണം, വേർഡ്സ് മനസ്സിലാക്കുക എന്നുള്ളത്, അതായത് ലാംഗ്വേജ് അറിയുക എന്നുള്ളത് എന്താണ് വളരെ അത്യാവശ്യപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഈ ആർഗ്യുമെൻറ്റ്സിനെ നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ, അതായത് അപ്പോൾ പറഞ്ഞ ആർഗ്യുമെൻ്റ് എന്താണെന്ന് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെന്താക്കണം, ആ ആർഗ്യുമെൻറ്റ്സിനെ അറിയണം. അതായത് അപ്പോൾ അതിൽ ഈ ആർഗ്യുമെൻറ്റ്സിൽ പല വേർഡ്സും വരും. ഇപ്പോൾ ഇതിൽ ബോക്സ് കൊടുത്തിട്ടുണ്ടല്ലോ ആ വേർഡ്സിൻ്റെ. അപ്പോൾ ദെയർഫോർ നമ്മൾ 3 പുള്ളി കുത്തിയിട്ടാറില്ല ദെയർഫോർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർ ദീസ് റീസൺസ്. ഇപ്പോൾ ഞാൻ ഈ മേലെ പറഞ്ഞ ഈ കാരണങ്ങൾ കൊണ്ട്, അതായത് എല്ലാ മനുഷ്യരും മരണമുള്ളതാണ്, അരിസ്റ്റോട്ടിൽ മനുഷ്യനാണ്, രാജു മനുഷ്യനാണ്. അപ്പോൾ ഈ പറഞ്ഞ ഈ 3 കാരണത്തിൽ നിന്ന് എന്താണ് അരിസ്റ്റോട്ടിലും മരണമുള്ള ഒരാളാണ് എന്നുള്ളത് കണ്ടെത്തുക. അതാണ് എന്ത് ദെയർഫോർ എന്ന്, അതായത് ഫോർ ദീസ് റീസൺസ് ഞാൻ പറഞ്ഞ കാരണങ്ങളുണ്ട്. പിന്നെ ഹെൻസ് പറഞ്ഞാൽ ഇറ്റ് ഫോളോസ് ദാറ്റ്. ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞത് ഫോളോ ചെയ്യുന്നു. പിന്നെ സോ എന്ന് പറഞ്ഞാൽ സോ ഐ കൺക്ലൂഡ് ദാറ്റ്, അതായത് ഞാൻ നിർത്തുന്നു എന്നുള്ള അർത്ഥത്തിലാണ് സോ. പിന്നെ അക്കോർഡിംഗ്ലി പറഞ്ഞാൽ വിച്ച് ഷോ ദാറ്റ്, അത് കാണിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഇൻ കോൺസിക്വൻസ് പറഞ്ഞാൽ വിച്ച് മീൻസ് ദാറ്റ്, അതിൻ്റെ അർത്ഥമാക്കുന്നത് എന്നുള്ളതൊക്കെയാണ്. പിന്നെ പ്രൂവ്സ് ദാറ്റ് പറഞ്ഞാൽ വിച്ച് ഇംപ്ലീസ് ദാറ്റ്, അത് ഇംപ്ലൈ ചെയ്യണത് എന്താണെന്നുള്ളതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. പിന്നെ അടുത്തതാണ് ട്രൂത്ത് ആൻഡ് വാലിഡിറ്റി. നമ്മൾ പറഞ്ഞല്ലോ ഒരു ഡിഡക്റ്റീവ് ആർഗ്യുമെൻ്റ് പറഞ്ഞാൽ അത് വാലിഡ് ഉള്ളതാവും എപ്പോൾ അത് വളരെ വിജയകരമായി അതിൻ്റെ കൺക്ലൂഷനും പ്രിമൈസിസും കണക്ട് ചെയ്താൽ. അതിൻ്റെ വാലിഡിറ്റി പറഞ്ഞാൽ എന്താണ്, റിലേഷൻ ബിറ്റ്വീൻ പ്രപ്പോസിഷൻ, അതായത് നമ്മളെ പ്രപ്പോസിഷൻസ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഒരു റിലേഷൻഷിപ്പൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മളെന്താവുക ഒരു കാര്യം അതിൻ്റെ പ്രിമൈസിസ് അതേപോലെ അതിൻ്റെ മുമ്പ് പറഞ്ഞ കാര്യം അതൊക്കെ പരിഗണിച്ചിട്ടാണ് നമ്മളെന്താവുക നമ്മൾ ഒരു കൺക്ലൂഷനിലെത്തുന്നത്. അപ്പോൾ ഇത് ട്രൂത്താണോ അതിൻ്റെ വാലിഡിറ്റി ഒക്കെ അതിലൂടെ നമ്മളെന്താവുക പരിഗണിക്കും. പിന്നെ ഒരൊറ്റ ഒരു പ്രപ്പോസിഷൻ ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും എന്താവാൻ പറ്റില്ല, നമുക്ക് അത് വാലിഡ് ആണോ ഇല്ലയെന്ന് കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ 1-2 സ്റ്റേറ്റ്മെൻറ്റ്സ് വേണ്ടി വരും. ഒരു സിംഗിൾ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞാൽ ചിലപ്പം സത്യമാവും ചിലപ്പം സത്യമാവില്ല. അപ്പോൾ ഒരു ഇതിൽ ലോജിക്കൽ വാലിഡിറ്റി പറഞ്ഞാലും വാലിഡിറ്റിയും ട്രൂത്തും എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യമാണ്. ഇനി നമുക്ക് ചില ഇതിൻ്റെ ഉദാഹരണങ്ങൾ നോക്കാം. സം വാലിഡ് ആർഗ്യുമെൻറ്റ്സ് കണ്ടെയ്ൻ ഓൺലി ട്രൂ പ്രപ്പോസിഷൻ, ട്രൂ പ്രിമൈസിസ് ആൻഡ് ട്രൂ കൺക്ലൂഷൻ. ചില വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് എന്താണ് അതിൽ പ്രിമൈസിസും കൺക്ലൂഷനും ട്രൂ ആയിട്ടുള്ളത് മാത്രമാണ് കാര്യം. ഇപ്പോൾ ഉദാഹരണത്തിന് ആൾ മമ്മൽസ് ഹാവ് ലങ്സ്, എല്ലാ മാമൽസിനും എന്താണ് ലങ്സ് ഉണ്ട്. പിന്നെ ആൾ വെയിൽസ് ആർ മാമൽസ്, എല്ലാ വെയിൽസും എന്താണ് മാമൽസാണ്. പിന്നെ അപ്പോൾ ഇതിൻ്റെ പ്രിമൈസിസ് പറഞ്ഞാൽ എന്താണ് ആൾ വെയിൽസ് ആർ മാമൽസ്, അതൊരു ശരിയായ ഇതാണ്. അതായത് എല്ലാ തിമ്മിങ്കാലം എന്ന് പറഞ്ഞാൽ മാമൽസ് പെട്ടതാണ്, അത് ശരിയായ ഒരു ആർഗ്യുമെൻ്റാണ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ആൾ വെയിൽസ് ഹാവ് ലങ്സ്, അപ്പോൾ എല്ലാ തിമ്മിങ്കാലത്തിനും ലങ്സ് ഉണ്ട് എന്നുള്ളത് അതൊരു ട്രൂ ആണ്. അപ്പോൾ ഇതിൻ്റെ പ്രപ്പോസിഷൻസ് രണ്ടും ശരിയാണ്. ഇനി അടുത്തത് സം വാലിഡ് ആർഗ്യുമെൻറ്റ്സ് കണ്ടെയ്ൻ. ഇനി അടുത്തത് ചില വാലിഡ് ആർഗ്യുമെൻറ്റ്സ് എന്താവും അത് ഫാൾസ് പ്രപ്പോസിഷനാണ് കാരണം. അപ്പോൾ അതിൽ വരുന്നതാണ് അതിൻ്റെ പ്രിമൈസിസും അതിൻ്റെ കൺക്ലൂഷനും തെറ്റാണ് കാരണം. അപ്പോൾ ആൾ 4 legged ക്രിയേച്ചേഴ്സ് ഹാവ് വിങ്സ്. പിന്നെ അതിൻ്റെ പ്രിമൈസിസ് പറഞ്ഞാൽ എന്താണ് ആൾ സ്പൈഡേഴ്സ് ഹാവ് എക്സാക്ട്ലി 4 legs എന്നുള്ളതാണ്. സ്പൈഡേഴ്സിന് 4 legs അല്ലല്ലേ 8 legs അല്ലേ. പിന്നെ അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറഞ്ഞാൽ ആൾ സ്പൈഡേഴ്സ് ഹാവ് വിങ്സ്, എല്ലാ 8 കാലിക്കും എന്താണ് ചിറകുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കൺക്ലൂഷനും അതിൽ തെറ്റാണ്. ഈ മൂന്നാമത്തെ ഒരു വിഭാഗമാണ് എന്ത് ചില ഇൻവാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സിൽ അതെന്താ ട്രൂ പ്രിമൈസിസും കൺക്ലൂഷൻ തെറ്റുമാണ് കാരണം അതിൻ്റെ പ്രിമൈസിസ് ശരിയാണ് കാരണം. അതിൽ പെട്ടാണ് എന്ത് ഇഫ് ടാറ്റ ഓൺഡ് ആൾ ദ ഗോൾഡ് ഇൻ ഇന്ത്യ ദെൻ ടാറ്റ വുഡ് ബി വെൽത്തി. ടാറ്റ എന്നുള്ള കമ്പനി ഉണ്ടല്ലോ ഓല് ഇന്ത്യത്തെ എല്ലാ സ്വർണവും സ്വന്തമാക്കണമെങ്കിൽ ഓല് വെൽത്തി ആവുന്നു.
ഇനി അതിൻ്റെ പ്രിമൈസിസ് പറഞ്ഞാൽ എന്താണ്, ടാറ്റ ഡസ് നോട്ട് ഓൺ ആൾ ഗോൾഡ് ഇൻ ഇന്ത്യ. അത് ശരിയായതാണ്. അതായത് ടാറ്റ എന്നുള്ള കമ്പനി, ടാറ്റ എന്തായിട്ടില്ല ഇന്ത്യത്തെ എല്ലാ സ്വർണ്ണവും സ്വന്തമാക്കിയിട്ടില്ല. അപ്പോൾ അത് ശരിയായ ഒരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ കൺക്ലൂഷൻ എന്താണ്, ടാറ്റ ഈസ് നോട്ട് വെൽത്തി. അതുകൊണ്ട് ടാറ്റ എന്താണ് വെൽത്തി അല്ല, അതായത് സമ്പന്നനല്ല എന്നുള്ളതാണ്. ടാറ്റ നമുക്ക് അറിഞ്ഞാലോ നല്ല കോടീശ്വരന്മാരായ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതിൻ്റെ കൺക്ലൂഷൻ തെറ്റാണ്. ഇനി അടുത്തൊന്ന് വരുന്നതാണ് ഇത് അതിൻ്റെ പ്രിമൈസിസ് തെറ്റാണ് കാരണം, പക്ഷേ കൺക്ലൂഷൻ ശരിയാണ് കാരണം. ഇപ്പോൾ ആൾ ഫിഷസ് ആർ മാമൽസ്, എല്ലാ ഫിഷ് മാമൽസ് എന്ന് പറഞ്ഞു. പിന്നെ ആൾ വെയിൽസ് ആർ ഫിഷസ്, ആൾ വെയിൽസ് എല്ലാ തിമിംഗലം ഫിഷാണ്. അപ്പോൾ തിമിംഗലം ഫിഷ് അല്ലല്ലേ, മാമൽസ് അല്ലേ. അത് കൺക്ലൂഷൻ തെറ്റാണ്. ആൾ വെയിൽസ് ആർ മാമൽസ് എന്നുള്ളത് കൺക്ലൂഷൻ ശരിയാണ്, പക്ഷേ പ്രിമൈസിസ് എന്താണ് തെറ്റാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് തന്നെ ഉള്ളൂ പറഞ്ഞത്, ഇത് ട്രൂവും അതിൻ്റെ ട്രൂത്തും വാലിഡിറ്റിയും കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞത്. നീ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ